ഹലോ, നല്ല ഹെൽത്തി ഗ്രനോള ഉണ്ടാക്കിയാലോ വീട്ടിൽ തന്നെ. പൊതുവേ എല്ലാവർക്കും ഓട്സ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത് ഭയങ്കര വിലയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ. ഇതാ 2 കപ്പ് റോൾഡ് ഓട്സിൻ്റെ അളവിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടാം, കുറക്കാം, മാറ്റം വരുത്താം. അതുപോലെ തന്നെ നിങ്ങളെ കയ്യിലുള്ള നട്ട്സുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ 1/4 കപ്പ് എന്നുള്ള റേഷ്യോ അല്ലാന്നല്ല ഉപയോഗിച്ചിട്ടുള്ളത്. 1/4 കപ്പ് വാൾനട്ട് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് ആൽമണ്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/4 കപ്പ് കാഷ്യൂ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് മിക്സഡ് ആയിട്ടാണ് പിന്നെ സൺഫ്ലവർ സീഡും പംകിൻ സീഡും എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/4 കപ്പ് സീഡ് ആയിട്ട് ചിയ സീഡ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് സിനമണും ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് സ്വീറ്റ്നെസ്സിന് വേണ്ടിക്ക് ഹണി ചേർത്ത് കൊടുക്കാം, ജാഗരി ചേർത്ത് കൊടുക്കാം, മാപ്പിൾ സിറപ്പ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പീനട്ട് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ പേപ്പർ വിരിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഓവൻ ട്രൈയിലേക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ 160 ഡിഗ്രിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇത്ര മതി. അധികം കളർ വേണമെങ്കിൽ പിന്നെ കൊക്കോ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഫ്ലേവറിന് വേണ്ടിക്ക്. ഞാനിതിലേക്ക് ഫ്രൂട്ടായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് റൈസിൻസും അതുപോലെ തന്നെ അത്തിപ്പഴമാണ്, ഫിഗാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് ക്രാൻബെറി, ബ്ലൂബെറി, ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ടും നിങ്ങൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈഡ് സ്ട്രോബെറി കിട്ടും, അങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് റിച്ച്നെസ്സിന് വേണ്ടിക്കും ടേസ്റ്റിന് വേണ്ടിക്കും ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവർ ആയിരിക്കും. എന്നിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഗ്രനോള റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഗ്രനോള എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ലോ ഫാറ്റ് മിൽക്ക്, വെയിറ്റ് ലോസിലാണെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് എടുക്കാം, അല്ലെങ്കിൽ ഗ്രീക്ക് യോഗട്ടെല്ലാം വെച്ച് കോമ്പിനേഷൻ ചെയ്യാൻ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല ചൂടുള്ള പാൽ വേണമെങ്കിൽ ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തണുത്ത പാലാണെങ്കിൽ തണുത്ത പാലും ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ലോ ഫാറ്റ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റാണ്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലേക്ക് ഫ്രൂട്ട്സും ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും. നിങ്ങളെ ഗോളിനനുസരിച്ചിട്ട് ഫ്രൂട്ട്സിൻ്റെ ഇത് മാറ്റാം. വെയിറ്റ് ലോസ് ആണെങ്കിൽ ലോ കാലറി ഫ്രൂട്ട് എടുക്കാം. അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ബെറീസൊക്കെ വെച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് കുറേ നാൾ സൂക്ഷിക്കാനും പറ്റും. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.